ഹലോ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കണത് എവിടെയാണതാ? ന്യൂസിലാൻഡിൽ ക്രിക്കറ്റ് കാണാനായിട്ട് വന്നതാണ്. നമ്മൾ EA സ്പോർട്സ് ഒക്കെ കളിക്കുമ്പോൾ കാണുന്ന ഓക്ലാൻഡ് സ്റ്റേഡിയം ഞാൻ ഈ വഴിക്ക് പോകുമ്പോഴൊക്കെ കാണാറുണ്ട്. പക്ഷേ അത് അവിടെ വന്ന് കളി കാണുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗെയിമൊക്കെ കളിക്കുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട് ഓക്ലാൻഡ് സ്റ്റേഡിയം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആദ്യമായിട്ട് ആ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറാണ്. അതും ന്യൂസിലാൻഡ് വേഴ്സസ് പാകിസ്ഥാനാണ് കളി. ഇന്ത്യയുടെ കളി ഇല്ല. ഇന്ത്യ ടൂർ ചെയ്യുന്ന ഇതൊന്നും ഈ വർഷം ഇല്ല ഇങ്ങോട്ട്. എന്നാൽ പിന്നെ കിട്ടുന്ന കളി കാണാമെന്ന് വെച്ചു. അപ്പോൾ അകത്തേക്ക് പോകുമ്പോൾ എങ്ങനെ നോക്കാം. വെൽക്കം ടു മൈ ബ്ലോഗ്. നമ്മൾ ക്രിക്കറ്റ് വന്ന് റിയൽ ക്രിക്കറ്റ് ന്യൂസിലാൻഡ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് സ്കാൻ ചെയ്തു. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി. ഓ മൈ ഗോഡ്, കുറേ നാളായി നേരിട്ട് ക്രിക്കറ്റ് കണ്ടിട്ട്. ദുബായിൽ കണ്ടു, പിന്നെ എവിടെ നിന്നൊക്കെ കണ്ട ദുബായിൽ കണ്ടു. അതാണ് ദുബായിൽ കണ്ടിട്ടുണ്ട് ഒരു തവണ. നമുക്കൊരു 6-ന്റെയും 4-ന്റെ ഒക്കെ കാർഡ് കിട്ടിയിട്ടുണ്ട്. 6 വരുമ്പോ എന്താ കാണിക്കണ്ടേ? 4 ആവുമ്പോഴോ? സോ വി നീഡ് ടു ഫൈൻഡ് 335. നമുക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാൻഡ് 335 ആണ്. ഞാൻ വിചാരിച്ച പോലെ അല്ല, ഒത്തിരി ഇംഗ്ലീഷുകാരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചത് ഇവിടെ ന്യൂസിലാൻഡ് നല്ല ക്രിക്കറ്റ് ടീമൊക്കെ ഉണ്ടെങ്കിലും അത്ര കാര്യമായിട്ട് ക്രിക്കറ്റിൻ്റെ ഫാൻസിലെന്ന് വിചാരിച്ചത്. പക്ഷെ ഒരുപാട് ഇംഗ്ലീഷുകാർ വന്നിട്ടുണ്ട്, ഒരുപാട് ഇന്ത്യൻസ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ കളിയാണെങ്കിൽ പോലും എന്തായാലും ക്രിക്കറ്റ് ഫാൻസിന് അങ്ങനെ രാജ്യമൊന്നുമില്ലല്ലോ. ഗുഡ് ക്രിക്കറ്റ് ഓൾവേസ് വിൻ അല്ലേ. എൻ്റെ മോനെ, എന്തൊരു പ്രൊഫഷണൽ സ്റ്റേഡിയം. വി നീഡ് ടു ഫൈൻഡ് ഡിയില് 11 നമ്മുടെ. ഓ, എന്തൊരു വലിയ സ്റ്റേഡിയം, എന്ത് രസാ കാണാൻ. എൻ്റെ ദൈവമേ, സ്റ്റേഡിയം ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വരുന്ന വഴി തന്നെ റോട്ടിലൊക്കെ നിറച്ചു ആൾക്കാരാണ്. അപ്പോൾ ഒരു ഉറപ്പാണ് ഗ്രൗണ്ട് എന്തായാലും ഓൾമോസ്റ്റ് ഫുള്ളാവും. പിന്നെ ഓക്ലാൻഡാണ് ന്യൂസിലാൻഡിലെ ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ള സിറ്റി. അതുകൊണ്ട് എന്തായാലും ഈ ഗ്രൗണ്ട് ഫുള്ളാവും. അതെങ്ങനെയുണ്ട് സ്റ്റേഡിയം? സൂപ്പറാണോ? അതാൻ ഇതിനകത്ത് ഐ ലവ് ന്യൂസിലാൻഡ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം ന്യൂസിലാൻഡ് സപ്പോർട്ടേഴ്സ് ഉണ്ട് കേട്ടോ, പാകിസ്ഥാനി സപ്പോർട്ടേഴ്സും ഉണ്ട്. പ്ലേയേഴ്സ് ഒക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എന്ന് കേൾക്കുന്നുണ്ടാവും അല്ലേ? ഇവിടെ ഒരു വലിയൊരു ന്യൂസിലാൻഡ് ഫ്ലാഗ്. മാച്ച് സ്റ്റാർട്ടായിട്ട് ഒരു വിക്കറ്റ് പോയി നമ്മുടെ എന്ന് പറഞ്ഞാൽ ന്യൂസിലാൻഡിന്റെ അല്ലേ? നമ്മൾ ന്യൂസിലാൻഡ് അല്ലേ? ഒരു വിക്കറ്റ് പോയി. ഐ ലവ് ന്യൂസിലാൻഡ്. കളി നല്ല ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റേഡിയം ഇളകി. ഒരു 4-6 പോയപ്പോഴൊക്കെ സ്റ്റേഡിയം ഇളകി. ന്യൂസിലാൻഡ് നല്ല തിരക്കേട്ടിലാണ്ട് കളിക്കുന്നുണ്ട്. 2 വിക്കറ്റ് പോയെങ്കിലും നല്ല റൺ റേറ്റും ഇടയ്ക്ക് 6ഉം 4ഉം ഒക്കെ അടിച്ച് നല്ല എക്സൈറ്റ്മെന്റ് ആയിട്ട് പോകുന്നുണ്ട്. അത് അവിടെ ഫീൽഡർ എടുത്തു. 4 ആയില്ല. ഓൾമോസ്റ്റ് 4 ആയല്ലേ? കളറ് മറ്റേ രാത്രി ആവുന്നതോറും നല്ല രസമുണ്ട് കേട്ടോ ഗ്രൗണ്ട് കാണാനായിട്ട്. ലൈറ്റൊക്കെ ആയിപ്പോ ഒരു 6 പോയി. അതെങ്ങനെയുണ്ട്? ഗുഡാണോ? അത് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കളി നല്ല ബാറ്റേഴ്സിന്റെ കളിയാണ്. നല്ല അടി അടിക്കുന്നുണ്ട്. ഇതേ അടുത്തത് 4-4-4. അയ്യോ, ജ്യൂസ് കുടിക്കണ. How is the game? നല്ല രസമുണ്ടാ? ടീം സ്കോർ വലിയ കുഴപ്പമില്ല, 200 എത്തി. പക്ഷെ ഒരൊറ്റ വിക്കറ്റേ ബാക്കിയുള്ളൂ. ഒരു സൈഡിൽ കൂടെ വിക്കറ്റ് പോകും, ഒരു സൈഡിൽ കൂടെ അടിച്ചുകൊണ്ടിരിക്കും. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തായാലും കളി 200 എന്നുള്ളത് അത്യാവശ്യം നല്ല ടോട്ടലാന്ന് തോന്നുന്നു. 200 അല്ലേ? 200 ആയി. എന്നാലും സ്റ്റേഡിയത്തിൽ കളിയാണത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ. അയ്യോ, കൊറേ പേരുണ്ടല്ലേ അതാ? അവിടെയും കൊറേ പേരുണ്ടല്ലേ? ടോപ്പിലില്ല.
ഇവിടെ KFCയുടെ ഒരു ഗെയിമിംഗ് ഏരിയ ഉണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, എന്താ സംഭവം നോക്കാം. Time. You did that in 17 seconds. I'll check that on. Would you like a hand as well? Yeah. Sweet. You want one too? No. Thank you. Yeah. Thank you. നമ്മൾ കേസിൽ പ്ലേ ചെയ്തിട്ട് നമ്മളത് ഇങ്ങനെ റെഡ് സാധനത്ത് നമ്മ ക്വിക്കായിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് പോകും. നമ്മൾ ചെയ്താൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോയി ഹാറ്റ് കിട്ടും അല്ലേ? അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ ബാറ്റിംഗ് കഴിഞ്ഞു. സ്നാക്സ് വാങ്ങിക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. കുറച്ച് ഡോണറ്റ്സും പോപ്കോണൊക്കെ വാങ്ങിച്ചു. പാകിസ്ഥാൻ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ തരക്കേടില്ലാത്തൊരു സ്കോർ എടുത്തിട്ടുണ്ട്. പക്ഷേ പാകിസ്ഥാൻ സ്റ്റാർട്ടിങ് തന്നെ നല്ല അടിയടിക്കുക. 2 ഓവറിലൊക്കെ 30 സംതിങ് ഒക്കെ ആയിട്ടുണ്ട്. വിക്കറ്റും പോയിട്ടില്ല. എന്തായാലും തരക്കേടില്ലാത്തൊരു ബാറ്റിംഗ് പിച്ചാണെന്ന് അപ്പോൾ മനസ്സിലായി. എന്തായാലും കളി കണ്ടു നോക്കാം. ന്യൂസിലാൻഡാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാൻ നല്ല അടി. പാകിസ്ഥാൻ എന്തൊരു സ്കോർ അടിക്കുന്നല്ലേ? എന്തായാലും പാകിസ്ഥാൻ ആരാധകരൊക്കെ ഉണർന്നു. കാരണം ഈ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല കളി കളിക്കുന്നുണ്ട്. ആരാ ജയിക്കുക? ന്യൂസിലാൻഡ് ജയിക്കുമോ? ഡൗട്ടാണല്ലേ? മൊത്തം 6ഉം 4ഉം പോവാ. ന്യൂസിലാൻഡ് പാകിസ്ഥാൻകാർ നല്ല അടി അടിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂസിലാൻഡ് അടിച്ചതിൻ്റെ ഡബിൾ അവന്മാർ അടിക്കുന്നത്. പാകിസ്ഥാൻ ജയിക്കട്ടെ നോക്കാം. വിക്കറ്റ് പോയാൽ ജയിക്കും അല്ലേ? വിക്കറ്റ് പോയി. പാകിസ്ഥാന്റെ വിക്കറ്റ് പോയി. കൊള്ളാം. ഒരു വിക്കറ്റ് പോയി. നമ്മളെ പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ഒരെണ്ണം പോയുള്ളൂ. അതാ പ്രശ്നം. കുഴപ്പമില്ല, നോക്കാം. സ്കോറൊക്കെ തകർപ്പനായിട്ട് പോകുന്നുണ്ട്. പാകിസ്ഥാൻ ജയിക്കുമെന്ന് തോന്നുന്നു. ടൂർണമെൻറ്റിൽ എന്തായാലും അവർ 2 കളി തോറ്റി നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഈ കളി ജയിച്ചേ പറ്റൂ. അതുപോലെ തന്നെ കളിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ക്രിക്കറ്റ് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രസമുള്ള ബാറ്റിംഗ്. ബോളേഴ്സിന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നീ ഇവിടെയല്ല വന്നേക്കണം. ദുബായിൽ കളി കണ്ടിട്ടുണ്ട്. അതാ കുഞ്ഞിതായിരുന്നു. ഇപ്പോൾ ദുബായിലൊരു കളി കണ്ടിട്ടുണ്ട്. ദാറ്റ്സ് 6 ആണോ? അല്ലല്ല ഉണ്ടോ? 6ഉം 4ഒക്കെ ചാറ പറ പോകുന്നുണ്ട്. ഇവരൊരു 2-3 ഓവർ ബാക്കിയുള്ളപ്പോൾ തന്നെ ഇത്രയും വലിയൊരു ടോട്ടൽ ചേസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ കളി തീർക്കും. അതൊരു ക്യാച്ച് ഡ്രോപ്പാണ്. ക്യാച്ച് പിടിച്ചില്ല. പാകിസ്ഥാൻകാർക്ക് സന്തോഷമായി. ക്യാച്ചായിരുന്നു ഈസി ആയിട്ട് പിടിക്കായിരുന്നു. പക്ഷെ പിടിച്ചില്ല. ആൾക്കാരൊക്കെ പോയി തുടങ്ങി. പാകിസ്ഥാൻ ഓൾമോസ്റ്റ് ജയിക്കാറായി. പാകിസ്ഥാൻ നല്ല അടി. എന്തായാലും നല്ല കളി അവന്മാർ കളിക്കുന്നുണ്ട്. ഒരു യങ് ആയിട്ടുള്ളൊരു പയ്യൻ. അവൻ്റെ പേരെന്താ? ഹസൻ. ഭീകരവൻ. അവൻ എന്തടി അടിക്കണവൻ? അവൻ്റെ കൂടെ ഒരു സൽമാൻ. 2 പേരും കൂടി നല്ല അടി അടിക്കണത്. വിക്കറ്റ് പോകണമില്ല. അവർ സേഫായിട്ട് ജയിക്കാവുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. അല്ല നദാ? നദാന് സങ്കടമായി. ന്യൂസിലാൻഡ് തോക്കാൻ പോവാല്ലേ? എന്തായാലും പാകിസ്ഥാൻകാർ ഉഷാറായി. ഗ്രൗണ്ടിലെ ആൾക്കാരൊക്കെ പോയി തുടങ്ങി. കാരണം ഇതൊരു പാകിസ്ഥാൻ ജയിക്കും എന്നുള്ള കാര്യം ഷുവറായി. ആൾക്കാരൊക്കെ പോകുന്നുണ്ടോ? ഇംഗ്ലീഷുകാരാട്ടോ ഈ പോകുന്നത്. പിന്നെ ന്യൂസിലാൻഡ് ഫാൻസും. അയ്യോ കഴിഞ്ഞു. 12 റൺസും കൂടി എടുത്താൽ പാകിസ്ഥാൻ ജയിക്കും. അതെന്തായാലും അവരെടുക്കും. പാകിസ്ഥാൻ്റെ ഒരു പ്ലെയർ 100 അടിക്കാറായി. അവൻ 96. നല്ല പ്ലെയർ കേട്ടോ. നല്ല രസമായിട്ട് കളിക്കുന്നുണ്ട് അവൻ. ഫാസ്റ്റ് ബോളേഴ്സിനെയും സ്പിന്നേഴ്സിനൊക്കെ രസമായിട്ട് അവൻ മാനേജ് ചെയ്യുന്നുണ്ട്. നല്ല റൺ റേറ്റിൽ അവൻ കളിച്ചു പോകുന്നു. അവൻ അക്കാളി ജയിപ്പിച്ചിരിക്കും പറഞ്ഞു. അടിച്ചു. അടിപൊളി പെർഫോമൻസ് അവൻ്റെ. അവൻ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു പറയാം. അവൻ തുടർന്നതെല്ലാം 6ഉം 4ഉം. സൂപ്പർ കളി. ഹസൻ നവാസ്. എന്തായാലും പാകിസ്ഥാൻ ഒരു അത്യാവശ്യം നല്ലൊരു പ്ലെയറിനെ കിട്ടിയെന്ന് പറയാം. ഇനിയിപ്പോൾ 2 റൺസ് കൂടെ എടുത്താൽ പാകിസ്ഥാൻ ജയിക്കും.
കളി ജയിച്ചു, പാകിസ്ഥാൻ കളി ജയിച്ചു. അപ്പോൾ കളി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. എന്നാലും സങ്കടമായി, പക്ഷെ എന്നാലും സന്തോഷമുണ്ട്. കാരണം നല്ലൊരു T20 ഇന്നിങ്സ് നേരിട്ട് കാണാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആദ്യമൊക്കെ അവരുടെ അടി കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു, അയ്യോ അത് അടിക്കുകയാണല്ലോ, പാകിസ്ഥാൻ ജയിക്കുമല്ലോ എന്ന്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊള്ളാലോ, ഭയങ്കര രസമാണ് പയ്യൻ്റെ ബാറ്റിംഗ് കാണാൻ. അവൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തവൻ്റെ ബാറ്റിംഗ് നല്ല രസമുണ്ടായിരുന്നു. നല്ല പ്രൊഫഷണലായിട്ട് നല്ല രസമുള്ള ക്രിക്കറ്റ്. പാകിസ്ഥാൻ്റെ അടുത്ത് നിന്ന് ഇത്രയും നല്ലൊരു ബാറ്റിംഗ് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ വിചാരിച്ചത് ഭയങ്കര ടഫായിട്ട് മാച്ച് പോയിരിക്കും, ചിലപ്പോൾ ജയിക്കും ചിലപ്പോൾ തോക്കുമായിരിക്കും. പക്ഷേ വളരെ ഈസി ആയിട്ട് നല്ല പ്രൊഫഷണലായിട്ട് അനാവശ്യമായ ഷോട്ടൊന്നും കളിക്കാതെ അവർ കളിച്ചു. നല്ല കളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഈ വീഡിയോ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നദാന് വിഷമമായി. നദാന് ഇപ്പോൾ KFC എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തവനെ ഹാപ്പി ആക്കട്ടെ. നദാന് ന്യൂസിലാൻഡ് തോറ്റപ്പോൾ അവൻ്റെ ഫേവററ്റ് കൺട്രി ആണല്ലോ. അപ്പോൾ ന്യൂസിലാൻഡ് തോറ്റപ്പോൾ ഭയങ്കര വിഷമം ഇല്ലേ നദാ? സാരില്ല. അപ്പോൾ KFC വാങ്ങിച്ചു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെയാ, ബൈ പറ, ബൈ.